കണ്ടുപരിചയമില്ലാത്ത ഒരു തോട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഭംഗി, മലയാളത്തിൻ്റെ ആ ഒരു കാടിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ആയിട്ട് പുതിയൊരു തോട്ടാണ് ഡിഫറെൻ്റ്. അത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. എല്ലാവരും നന്നായി സിക്കാട ഇന്ന് തിയേറ്ററുകളിലെത്തി. ഫസ്റ്റ് ഷോ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല റെസ്പോൺസ് ഉണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. മെസ്സേജിൻ്റെ അല്ല, ഇത് നല്ലൊരു അറ്റംപ്റ്റാണ് ഈ മൂവി. സിക്കാട എന്ന് പറഞ്ഞാൽ നല്ലൊരു അറ്റംപ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് ഇത് പുള്ളിയൊരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. പുള്ളിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണിത്. അത് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നല്ല നല്ല മൂവിയാണ്. പിന്നെ നമ്മൾ ചെറിയൊരു ക്യാരക്ടറിൽ ചെയ്യാൻ പറ്റി. എൻ്റെ പേര് ഗായത്രി മയൂര. സിക്കാട എന്ന് പറയുന്ന മൂവിയിൽ വൺ ഓഫ് ദ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാനല്ലാതെ ഇത് ബേസിക്കലി ഒരു സർവൈവൽ ത്രില്ലർ സ്റ്റോറിയാണ്. ശ്രീജിത്ത് ഇടവനെയാണ് സംവിധാനം. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ് ആസ് എ ഡയറക്ടർ. പുള്ളി ഒത്തിരിയധികം മലയാള സിനിമയ്ക്ക് ഒരുപാടധികം മ്യൂസിക് സമ്മാനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ശിക്കാരി ശംഭു, മധുര നാരക, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ പുള്ളി ആസ് എ മ്യൂസിക് ഡയറക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നായകനായിട്ട് ചെയ്തിരിക്കുന്നത് രജത് മേനോൻ, രജത് സിയർ, പിന്നെ ജയ്സേട്ടൻ, സ്റ്റെഫി, ആഡ്ലിൻ, അങ്ങനെ കുറച്ച് ഞങ്ങളൊരു പറ്റം പുതുമുഖങ്ങളും ഇതിൽ ഉണ്ട്. ആൻഡ് ആസ് യു സി ദ എൻ്റയർ സ്റ്റോറി ട്രാവൽ ചെയ്യുന്നത് കൂടുതലും അട്ടപ്പാടി ബേസ് ചെയ്തിട്ടായിരുന്നു. ഒരു കാടിൻ്റെ ഒരു എന്താ പറയുക, ഒരു അന്തരീക്ഷം, ഭീമാകാരമായ അന്തരീക്ഷം കാണുന്ന രീതിയിലാണ് കൂടുതലും. അത് നിങ്ങൾക്ക് ആക്ച്വലി വിസിബിൾ ആണ്, ഓൺ സ്ക്രീനിൽ അത് വിസിബിൾ ആണ്. കൂടുതലും നമ്മുടെ അട്ടപ്പാടി ലൊക്കേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. മറ്റ് ലൊക്കേഷൻസ് ബാംഗ്ലൂർ, കൊച്ചിൻ ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു 4 ലാംഗ്വേജിൽ ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്: തെലുങ്ക്, മലയാളം, കന്നഡ. അപ്പം അതെല്ലാം ഇതിന് ശേഷം പിന്നാലെ റിലീസ് വരുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. ആൻഡ് 24 സോങ്സാണ് നമ്മളിതിൽ ഡിഫറെൻറ്റ് കമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് വരെ എനിക്ക് തോന്നുന്നു വേറെ ഒരു സിനിമയിലും അങ്ങനെ ഒരു പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് വി ഹാവ് ഇൻട്രൊഡ്യൂസ് ദാറ്റ്. പിന്നെ അതല്ലാതെ പിന്നെ പറയാനാണെങ്കിൽ സോ ഇതിൽ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബേസിക്കലി വയലേഷൻ അഗെയിൻസ്റ്റ് വുമൻ, ഡ്രഗ് അബ്യൂസ്, അങ്ങനെ ഒരുപാട് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഐ ഹോപ്പ് അത് വളരെ സോഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കൂടുതൽ കണക്റ്റ് ആവും. ഇപ്പോൾ ഇതിൽ ക്യാരക്ടർ മേഘ അനുഭവിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് പലരും അനുഭവിച്ചിട്ടുണ്ടാവും. സോ കുറേ കൂടുതൽ റിലേറ്റബിൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് സോ പ്ലീസ് ട്രൈ ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു.